പണ്ട് കാലത്ത് പറയും ഈ രാത്രിയിൽ ശൂളമടിക്കരുത്, പാമ്പ് വരുമെന്ന്. മറ്റേതെങ്കിലും അതിൻ്റെ ഇരയുടെ ശബ്ദമാണെന്ന് വിചാരിച്ച് ചിലപ്പോൾ പാമ്പ് വരുമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇരുന്നിട്ട് കാല് ആട്ടരുത്. നമ്മൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ കാലാട്ടിക്കൊണ്ടിരിക്കരുത്, കാലനക്കിക്കൊണ്ടിരിക്കരുത് എന്ന് പറയും കാരണവന്മാർ. പാമ്പടുത്തുണ്ടെങ്കിൽ അങ്ങനെ കാലനക്കിക്കൊണ്ടിരിക്കുന്നതും അപകടമാണ്. പണ്ടുള്ള കാരണവന്മാരുടെ ഓരോ കാര്യങ്ങളും വളരെ സുരക്ഷിതത്വത്തോടു കൂടിയിട്ടാണ് അവർ ജീവിച്ചിരുന്നത്. ജാഗ്രതയോട് കൂടിയിട്ടാണ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ മുറ്റവും പുരയുമെല്ലാം ചാണകം കൊണ്ടാണ് മെഴുകിയിരുന്നത്. ചാണകവെള്ളം തളിച്ചാൽ തന്നെ പാമ്പ് വരില്ല. അതുപോലെ തന്നെ വെളുത്തുള്ളി പ്രയോഗം പാമ്പ് വരാതിരിക്കാനുള്ള ഏറ്റവും നല്ല ഔഷധമാണ് വെളുത്തുള്ളി. വെളുത്തുള്ളി ചതച്ച് മുറ്റത്തിന് ചുറ്റും ഒഴിക്കുക. വീട്ടിൽ ദീപം തെളിക്കുന്നതിന് മുമ്പ് അടുത്തുള്ള കാവുകളിൽ ദീപം തെളിക്കുക. അപ്പോൾ കീടങ്ങൾ സ്വാഭാവികമായിട്ടും ആദ്യം ദീപം എവിടെയാണോ കാണുന്നത് അങ്ങോട്ട് പോകും. അപ്പോൾ കാവുകളിൽ വിളക്ക് വയ്ക്കുമ്പോൾ ആ കാവുകളിലേക്കാണ് ഇഴജന്തുക്കൾ എത്തുക. അപ്പോൾ സർവ്വജീവജാലങ്ങൾക്കുമുള്ള ആഹാര ചംക്രമണ വ്യവസ്ഥയെല്ലാം ആ കാവുകളിൽ തന്നെ നടക്കും. കാവുകളിലോ ഈ ചൊട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് നന്നായിട്ട് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ നനച്ചു കൊടുക്കുക. കാവുകളിൽ നൂറും പാലും കൊടുക്കുക, തേൻ കൊടുക്കുക, അതുപോലെ തന്നെ പായസം കൊടുക്കുക, പൂക്കുലകൾ സമർപ്പിക്കുക. കാവിനെ നല്ല പിൽഗ്രിമേജായിട്ട് ഒട്ടും ചൂടടിക്കാത്ത വള്ളിക്കുടിലുകളായിട്ട് കാവുകളെ നിലനിർത്തുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നാഗങ്ങൾ ആ കാവുകളിൽ തന്നെ കുടിയിരിക്കും, പുറത്തേക്ക് ഇറങ്ങില്ല. മനുഷ്യനെ പോലെയല്ല, മനുഷ്യൻ നടക്കുന്നത് പോലെ മറ്റൊരു ജീവിയും നടക്കുന്നില്ല. മറ്റെല്ലാ ജീവജാലങ്ങളും ആഹാരം തേടിയാണ് സഞ്ചരിക്കുക, മനുഷ്യനെ പോലെയല്ല. ഇത്തരം ഇഴജന്തുക്കളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് പെറ്റായിട്ടുള്ള അനിമൽസിനെ വളർത്തും. പട്ടിക്കറിയാം, പൂച്ചയ്ക്കറിയാം ഒരു പാമ്പ് ആ പ്രദേശത്തുണ്ടെങ്കിൽ, കോഴിക്കറിയാം, ആടിനറിയാം, പശുവിനറിയാം. ഇതിനെയൊക്കെ നമ്മൾ വളർത്തിയിരുന്നത്, പെറ്റായിട്ട് വളർത്തിയിരുന്നത് നമ്മളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്ര ജാഗ്രതയോടെയാണ്, എത്ര കരുതലോടെയാണ്, എത്ര ശാസ്ത്രബോധത്തോടെയാണ് നമ്മളുടെ കാരണന്മാർ, നമ്മളുടെ പൂർവികർ ഈ നാഗദേശത്ത്, അതായത് ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ വിഷപ്പാമ്പുകളുള്ള സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ നമ്മളുടെ പൂർവികർ എത്ര ഭംഗിയായിട്ടാണ്, എത്ര കാവലായിട്ടാണ്, കരുതലായിട്ടാണ്, എത്ര സുരക്ഷിതമായിട്ടാണ് അവയെ സംരക്ഷിച്ചുകൊണ്ട് ജീവിച്ചിരുന്നത്.